I'll show you paradise, but hang on just a little longer. I will be yours, you will be mine. Let it unfold and let us intertwine. So don't close your eyes just yet. ഗുഡ് മോർണിംഗ്. ഭയങ്കര എനർജിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ല. 7 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ 7:30 പക്ഷെ കുഴപ്പമില്ല. 8 മണിക്കാണ് നമുക്ക് പിക്കപ്പ് വരുന്നത്. എങ്ങോട്ടായിരിക്കും? ഹെനോയിന്ന് ഏറ്റവും പോപ്പുലർ തിങ് ടു ഡു ഫ്രം ഹെനോയ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യുന്ന ഒരു ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് വരുന്നത്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളിത് ബുക്ക് ചെയ്തിട്ട് കോവിഡ് ടൈമിൽ റീഫണ്ടും കിട്ടിയില്ല. പക്ഷെ അവർ ക്യാൻസൽ ചെയ്തില്ല. നമുക്ക് ഡാഡി മമ്മിക്ക് എല്ലാവർക്കും പേടിയായതുകൊണ്ട് അവരും അത് ചെയ്തില്ല. അപ്പം അങ്ങനെ അത് മിസ്സായി പോയ സംഭവമാണ്. ഇന്നലെ രാത്രി നമ്മൾ വന്ന ഏരിയ ഇന്ന് രാവിലെ 7 മണിക്കിന് എന്ത് ബിസിയാന്ന് നോക്കിയാൽ നമ്മൾ ഏറ്റവും പ്രൈം ഏരിയ ആണ്. ഓൾഡ് കോട്ടന്റെ ആ വെളിയിലായിട്ട് ഈ ഏരിയ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തായിരിക്കും. കുറേ കിടിലം ഫുഡും ജ്യൂസും കുറേ ഹെറിറ്റേജും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരിക്കും വിയറ്റ്നാമിന്റെ ഹെനോയ്. കയറാം, ബാക്കി കയറിക്കാം. ഞാനും ഏത് വേണമെങ്കിൽ ഫ്രണ്ടിലിരിക്കാം. ബാക്കി കയറിക്കാം. ഇതൊക്കെ ഇവിടെ എന്തോ ഇത് ഇവരുടെ ഒപ്പറ ഹൗസ് ആണ്. ഇവിടെ എന്തോ അവരുടെ മെയിൻ ഡേ ആണെന്ന് തോന്നുന്നു. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. അപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അറിയോ? നമ്മൾ പോകുന്നത് വൺ ഓഫ് ദ മസ്റ്റ് ഡു തിങ്സ് ഇൻ ദ വേൾഡില്. ഫോബ്സിന്റെ വരെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഹലോങ് ബേ ക്രൂസ്. എല്ലാവർക്കും അടിയുള്ളൂ ഇപ്പൊ. ഓക്കെ, അപ്പൊ ഗൈസ് ഹെലോങ് ബേ ക്രൂസ് ഹെനോയിന്ന് 1.5 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ നമ്മളെ പിക്കപ്പ് ചെയ്ത് ഒരു നല്ല ലക്ഷറി വണ്ടിയിലാണ് പോകുന്നത്. സോ ഹെലോങ് ബേയിൽ കുറെ ടൈപ്പ് ക്രൂസ് ഉണ്ട്. ഏറ്റവും റെക്കമെൻഡഡ് 2 നൈറ്റ്സ് ക്രൂസ് ആണ്. ആൻഡ് 3-4 കാറ്റഗറി ഓഫ് ഷിപ്പ് ഉണ്ട്. ഏറ്റവും ലക്ഷറി ഉണ്ട് വിച്ച് വിൽ കം അപ് ടു ലൈക്ക് 70,000, 80,000 to 1 lakh പെർ ഡേ. അപ്പോൾ 2.5 lakhs വരും ഒരു ഫുൾ ക്രൂസ് പാക്കേജ് വരുമ്പോൾ. നമ്മളെടുത്തിരിക്കുന്ന തൊട്ട് താഴെയാണ് ഏകദേശം ഒരു 75,000, 80,000 റുപ്പീസ് ഫോർ 2 നൈറ്റ്സ് വരുന്ന ഒരു ക്രൂസ് ആണ്. സോ ഈ ഒരു മിനിമം ഈ ഒരു എടുത്തില്ലെങ്കിൽ, ഇത്രയൊരു ലെവലിൽ പോലും എടുത്തില്ലെങ്കിൽ നമുക്ക് ക്രൂസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ അത് മാക്സിമം പൈസ സേവ് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു ക്രൂസ്, നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്രൂസ് എടുക്കുക. ഈ കാണുന്ന നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പിലാണ്. നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൊത്തം ഉണ്ടല്ലോ ഈ ക്രൂസിന് പോകുന്ന ആൾക്കാരാണ് മൊത്തം. സോ ഒരുപാട് ടൈപ്പ് മറ്റേ ക്രൂസസ് ഉണ്ട്. അതിന്റെ ബസ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണോ? എണീറ്റേണ്ട എക്സൈറ്റ്മെന്റ് ആണ്. രാവിലെ ഇന്നലെ നമ്മൾ 2 മണിക്ക് കിടന്നിട്ട് എല്ലാരും ഒന്നും ഇല്ലാതെ രാവിലെ കറക്റ്റ് ടൈം ഒരാളെ എഴുന്നേക്കുന്നത് 5:30 ആയപ്പോ എണീറ്റു. അടിപൊളി. അതിനു വേണ്ടി പ്രിയ മാറ്റി വെച്ച ഡ്രസ്സാണ് ഇത്. ബാങ്കോക്ക് ഫാഷൻ ബൊട്ടീക്കിന്റെ അത് എനിക്കറിയാം. നമ്മൾ അന്നേ പ്ലാൻ ചെയ്ത ക്രൂസിന് പോകുമ്പോ പ്രിയ ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നുള്ളത്. അടിപൊളി. അപ്പൊ ഇവിടെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങി നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാം. വെളിയിൽ എനിക്ക് എത്ര ക്രൂസ് ഉണ്ടെന്ന ബസ് കാണിക്കണം. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? ഇവർ നിർത്തിയിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, എക്സ്പെൻസീവ് ഒന്നും അല്ല. ലൈക്ക് കോഫി ഒക്കെ 80 rupees, 90 rupees കോൾഡ് കോഫി, 100 rupees, 150 ആ റേഞ്ചേ ഉള്ളൂ. ഈവൻ സ്നാക്സും എല്ലാം. സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കില്ല. അതൊന്നുമല്ല, ഭയങ്കര അഫോർഡബിൾ ആണ്. ഈ കാണുന്ന എല്ലാം ഈ ക്രൂസിന് വേണ്ടിയുള്ള എല്ലാ ലക്ഷറി ക്രൂസസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതുപോലെ എസെൻസ് ഗ്രാൻഡ്, ഹീറ ക്രൂസസ്, അമ്മാഡ ക്രൂസസ്, എല്ലാ ക്രൂസിന്റെ പേരിലാണ് ഈ ബസ്സസ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ വേറെ കുറേ ഉണ്ടായിരുന്നു. ലാ റെഗീന ഗ്രാൻഡ് എന്ന് പറഞ്ഞ ക്രൂസ് ആണ്. അത്യാവശ്യം റേറ്റിംഗ് ഉള്ളതാണ്. ഒരു 4 star ക്രൂസ് ആണ്. അല്ലാതെ തിയേറ്റർ ഓഫ് ദ സ്റ്റാർസ് അങ്ങനെ എന്തോ ഒരു ക്രൂസ് ഉണ്ട്. ഇൻഡോ ചൈന ക്രൂസ് ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും എക്സ്പെൻസീവ് ക്രൂസ്. പറ്റുമെങ്കിൽ അതിൽ പോവാ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എടുക്കുന്ന പോലത്തെ ക്രൂസെങ്കിലും എടുക്കാൻ നോക്കുക. ഒരു ആവറേജ് ഒരു 40,000 പെർ ഡേ, ഒരു 30 to 40,000 പെർ ഡേ ഫോർ 3 people, ലൈക്ക് വേദു ഉൾപ്പെടെ. അല്ലെങ്കിൽ 2 people ഒരു 35,000 പെർ ഡേ വരുന്ന ക്രൂസെങ്കിലും എടുത്താലേ നമുക്ക് ആ ഒരു സംഭവം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. വിയറ്റ്നാമിൽ വന്നുള്ള റൂൾ എന്താണെന്നറിയോ? ഞാനും അന്തും ജെഫ്രിനും ഒരു ദിവസം മിനിമം 3 കോൾഡ് കോഫി. കാരണം അത്രയും ടേസ്റ്റ് ആണ്. ഇതെല്ലാം 3 എണ്ണം മിനിമം കുടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ഇനി വരാൻ പറ്റില്ല. അത്ര അടിപൊളിയാ.
ഇനി ഇത് കഴിഞ്ഞിട്ട് ബോട്ടിൽ പോയിട്ട് നേരെ ലഞ്ചാ, എന്നിട്ടാണ് ക്രൂസ് തുടങ്ങുന്നത്. ഞാൻ ഫുൾ നോക്കി വെച്ചിരിക്കുക. തുറന്ന് സ്റ്റെപ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ലക്ഷറിയാണ്. 8 പേർക്ക് പറ്റുള്ളൂ. പ്രിയ ഏറ്റവും ബാക്കിൽ, ഞാനും വേദും ഫ്രണ്ടിലും. ഇവിടുത്തെ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഒരു ലിമോസീൻ ഫീലാണ് വണ്ടിക്ക്. വീണ്ടും വാട്ട് അമേസസ് മീ ഈസ് ദ റോഡ്സ്. എക്സ്പ്രസ് വേയുടെ ക്വാളിറ്റി നോക്ക്. വിയറ്റ്നാം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ അൺബിലീവബിൾ. ഹോപ്പ്ഫുള്ളി നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ നല്ല നല്ല റോഡ്സ് ഉടനെ വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഒരുപാട് റോഡ് ട്രിപ്സ് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട്. ആക്ച്വലി ആൾക്കാർ ഹലോങ് ബേ വരുമ്പോൾ ക്രൂസ് എടുത്തിട്ട് തിരിച്ചു, പക്ഷെ ഞങ്ങൾ അതല്ല. ഒരുപാട് വേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട്സ് ഉണ്ട്. പറ്റുമെങ്കിൽ അവിടെ താമസിക്കും. ഈ സൈഡിലൊക്കെ കണ്ട കോസ്റ്റ് ലൈനുമാണ്. അങ്ങനെ എത്തി, നമ്മൾ ഹലോങ് ബേ എത്തി. ആദ്യമേ ഇവരുടെ ഓഫീസിൽ പോയി, അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബോട്ടിലേക്ക് അവർ കൊണ്ടുപോകുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പക്ക ഒരു റിസോർട്ട് ടൗൺ പോലെ തന്നെ. നമ്മുടെ സ്ഥലം എത്തി പ്രിയ, ബക്കറ്റ് ലിസ്റ്റിന്റെ അടുത്ത് എത്തി. ലാ റഗീന ക്രൂസ് എനിക്കൊന്ന് ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്ക് കേട്ടാ. ഇത് ഓരോന്ന് ഓരോ ക്രൂസിന്റെ ആണ്. അതാണ് ഏറ്റവും അടിപൊളി. സ്റ്റെല്ലർ ഓഫ് ദ സീ, ആ ഒരു ബ്ലൂ കണ്ട, സ്റ്റെല്ലർ ഓഫ് ദ സീ, അത് ബെസ്റ്റ് ആണ്. സോ ദി ബെസ്റ്റ് ആണ് ഓൾമോസ്റ്റ്. അതും ഒരു തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് രണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ റിസർച്ച് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇത് നല്ല ഒരു കിഡിലൻ ക്രൂസ് ആണ്. അങ്ങനെയാണ് ഇത് മൊത്തം ഓരോരോ ക്രൂസിന്റെ സ്ഥലങ്ങളാണ്. കയറുമ്പോൾ തന്നെ ഇത് 2 ബോട്ടിന്റെ ആൾക്കാരാണ്. സോ ആദ്യം നമ്മൾ ലഗേജ് ഒക്കെ ഇവിടെ വെക്കും, അത് അവർ നമ്മുടെ ബോട്ടിൽ റൂമിലേക്ക് എത്തിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പും എല്ലാം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഐസ് ടീയും വെള്ളവും വെച്ചിട്ടുണ്ട് അവര്. കേറാൻ പോവാണ്. ഇവിടുന്ന് നമ്മുടെ ചെറിയ ബോട്ടിലായിരിക്കും നമ്മളെ കൊണ്ടുവന്നത്, പക്ഷെ ദ എക്സൈറ്റ്മെന്റ് ബിഗിൻസ് ഫ്രം ഹിയർ. ഏതാണ് നമ്മുടെ ബോട്ട്, എങ്ങനെയായിരിക്കും നമ്മുടെ റൂം, എന്താണ് ഈ ഒരു ഇത്രയും പൈസക്ക് വേർത്താണോ, എന്താണെന്നൊക്കെ അറിയണം. എല്ലാവരും ഓരോരോ ക്രൂസിലേക്ക് പോവാണ്. വലിയ ബോട്ടുകളൊന്നും ഇങ്ങോട്ട് അടുപ്പിക്കില്ല, ചെറിയ ക്രൂസുകൾ മാത്രമേ ഇവിടെ അടുപ്പിക്കുള്ളൂ. ഇത് ക്രൗഡഡ് ആണെന്ന് നോക്ക്. ഇതൊന്നും ഒരു ലക്ഷറി എക്സ്പീരിയൻസ് പോലെ ഒന്നും ഇല്ല കേട്ടാ. ഇതൊക്കെ സാധാരണ നമ്മുടെ ഒരു ബസ്സിൽ പോകുന്ന പോലെ തന്നെയുണ്ട്. എ സി ഒക്കെ ഉണ്ട്. ഇവിടെ 35 മിനിറ്റ് ബോട്ടിൽ പോകണം. അത്രയും സ്ഥലത്താണ് ബോട്ട് ഡോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഷിപ്പിന്റെ സൈസ് കൂടുന്നവരും ഉള്ളിലേക്ക് ആഴം കൂടിയ സ്ഥലത്തല്ലേ നിർത്താൻ പറ്റൂ. പക്ഷെ ഹലോങ് ബേ നോക്ക്, അടിപൊളിയല്ലേ, ബ്യൂട്ടിഫുൾ നോ. ഒരുപാട് നല്ല റിസോർട്ട്സ് ഉണ്ട്. ആക്ച്വലി ഇവിടെ എവിടെ ചാച്ചു ബോട്ട് ഞാൻ പറയാൻ പോലെ, നീ താഴെ ചാച്ചും അമ്മ മോളെ ചാച്ചു. അറിയാന്നുള്ളത് എന്തോരം ക്രൂസസ് ആണ് നോക്കി. ഇവിടെ ആൾക്കാർക്ക് ബോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യോട്ട്സ് ഉണ്ട്, ക്രൂസസ് ഉണ്ട്, ട്രഡീഷണൽ ടൈപ്പ് ബോട്ട്സ് ഉണ്ട്. ഇതുപോലത്തെ അടിപൊളി ക്രൂസ് ആയാൽ മതിയായിരുന്നു നമ്മുടെ. പ്രിയ പോകുന്നതിന് മുമ്പേ ഇത്രയും ഭംഗിയാണെങ്കിൽ മെയിൻ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും? എക്സൈറ്റഡ് ആണ്. അകപ്പെട്ടു പോയി എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. വെറുതെ അല്ല ഇത്ര ആൾക്കാർ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇങ്ങോട്ട് വരുന്നത് ഹലോങ് ബേ കാണാനായിട്ട്. അങ്ങനെ ഹാഫ് ആൻ അവർ ജേർണി കഴിഞ്ഞിട്ട് അവിടെയാണ് കുറേ ബോട്ടുകൾ കിടക്കുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ടാണ് നോക്ക് ബോട്ടുകളൊക്കെ കിടക്കുന്നത്. നമ്മുടെ റഗീന ഗ്രാൻഡ് എന്ന് പറഞ്ഞ ബോട്ടാണ്. അതിന്റെ ഉള്ളിൽ അതിന്റെ കൂടെ എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നത്. എന്തോ പറ്റുന്നുണ്ട്, അവരല്ലേ പറഞ്ഞു, അല്ലെങ്കിൽ ഇത്രയും നേരം ഇട്ടില്ലല്ലോ. എന്തോ കുലുക്കം ഉണ്ടെന്ന്, ഹൈറ്റൈഡ് അങ്ങ് ഉണ്ടാവുക. ഇതൊരു ചെക്ക് പോയിന്റ് ആണ്, പോലീസ് ചെക്ക് പോയിന്റ് ആണ്, വെറുതെ അല്ല. മനസ്സിലായോ? പോലീസ് ചെക്ക് പോയിന്റ് ആയതുകൊണ്ടാണ് എല്ലാരും കൂടെ വേഗം ബെൽറ്റ് ഒക്കെ ഇട്ടോ. ഇതിന്റെ അകത്ത് ഓവർ ക്രൗഡഡ് ആണോ ഇതൊക്കെ നോക്കാനാ വന്നത്. അവര് വെൽക്കം ചെയ്യുന്ന നോക്ക്. എത്തി നേരെ പോയി ലഞ്ച് കഴിക്കാനാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് റൂം കീ തരും. അവര് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പോകും. എങ്ങനെയുണ്ട്? നമുക്ക് ബോട്ട് പിന്നെ കാണിക്കാം, പ്രോപ്പർ ആയിട്ട് കാണിക്കണ്ടേ. അപ്പൊ ലഞ്ച് കഴിച്ചു വന്നിട്ട് ബാക്കി കാണിക്കാം. റിയാക്ഷൻ എന്തായാലും മുഖത്ത് വരാതിരിക്കില്ലല്ലോ. ഹാപ്പിയായോ? ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മസ്റ്റ് പറയാം, നമ്മൾ സീ ഫുഡും കൂടെ കഴിക്കാൻ പോകുന്നതുകൊണ്ട് പറയാം, omega-3 നിങ്ങളുടെ ഡയറ്റിലില്ലെങ്കിൽ ഇവരുടെ ഹീലിൻ്റെ omega-3യും തുളസിയും മസ്റ്റായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും ബെനിഫിറ്റ്സും ലോങ് ടേമിൽ 100% കാണും. ബോട്ട് ടൂർ കാണിക്കാൻ കൊതിയായി തുടങ്ങിയ എങ്ങനെയുണ്ട്? എൻ്റെ എത്ര കാലത്തെ റിസർച്ച് കറക്റ്റ് ബോട്ട് കിട്ടാൻ. കാരണം ഇനി ഇപ്പം ലൈഫിൽ ഇത് ചെയ്യില്ലല്ലോ. കറക്റ്റ് റേറ്റിനും കിട്ടണം, ഷിപ്പ് അതനുസരിച്ചുള്ള കാണിക്കാനുള്ളതും വേണം. കാണിക്കാം. ആദ്യമേ ഫുഡ് കാണിക്കട്ടെ.
ഫുഡ് ജസ്റ്റ് കാണിക്കാം. ബ്രെഡ്സ് ഉണ്ട്, ഇതൊക്കെ സാലഡ് കൗണ്ടേഴ്സ് ആണ്. എല്ലാം വെരി വെൽ പാക്ഡ് ആയിട്ടായിരിക്കുന്നത്. ഇത് സാലഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ്. ഇത് ഇവിടെ ഓബിയസ്ലി സ്പ്രിംഗ് റോള് ഒറിജിനേറ്റഡ് ഫ്രം വിയറ്റ്നാം, ശരിക്കും റൈസ് വെച്ച് ചെയ്യുന്നത്. പൈനാപ്പിൾ സാലഡ്, ഇത് ഡിസേർട്ടാണ്, 2 ഡിസേർട്ട്സ്. ഇതൊക്കെ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഡിസേർട്ട്സ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈവൻ ദ ബൗൾസ് ആർ സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഇത് അവരുടെ ഒരു സീ ഫുഡ് സൂപ്പും ടൊമാറ്റോ സൂപ്പുമാണ്. സീ ഫുഡ് സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്. ഇത് ഫ്രൈഡ് റൈസ്, സ്റ്റീംഡ് റൈസ്. എന്ത് ചൂടായിരിക്കുന്നു നോക്ക്. ഇത് ഫിഷ്, ഫ്രൈഡ് ഫിഷും ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇത് സ്റ്റർ ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഒരു ചിക്കൻ വിത്ത് മഷ്റൂം, ലുക്ക് സോ യം. അതല്ലാതെ ഇത് സ്ക്വിഡ് ആണ്, സ്ക്വിഡിൻ്റെ കേക്കും. ഇതും സ്റ്റർ ഫ്രൈഡ് സ്ക്വിഡ്. ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഫൈനലി ഇവിടെ വെച്ചിരിക്കുന്നത് ഓയിസ്റ്ററും ഷ്രിമ്പും. മൈ ഗുഡ്നസ്. ഇതൊന്നും പോരാതെ അവർക്ക് ഫോയും ഉണ്ട്, ഫ്രഷ് ഫോ. അടിപൊളി. ഞാൻ ഫുഡിൽ ജസ്റ്റ് തുടങ്ങിയത് ഇവരുടെ ഈ ഒരു ഓയിസ്റ്ററിലാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓയിസ്റ്ററിൽ അവർ ഷാലഡ്സ് ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഫ്രഷ്. ഗാർലിക്ക്, സോഫ്റ്റ്, ജ്യൂസി, നല്ല ഫ്രൈഡ് അണിയൻസ്. ബിരിയാണിയുടെ മുകളിലുള്ള ഫ്രൈഡ് അണിയൻസ് ഇല്ലേ, ആ ഒരു സംഭവം. സൂപ്പ് പ്രിയ ടേസ്റ്റ് ചെയ്തില്ല അല്ലേ? ശരിക്കും ഈ ഹലോങ് ബൈനെ റെപ്രസെന്റ് ചെയ്യുന്ന സൂപ്പാണ്. ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ്, ഇറ്റ് ലുക്ക് സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് സീ ഫുഡ്. ഫ്രഷ് സീ ഫുഡ്. ഒരു സ്വീറ്റ് കോൺ സീ ഫുഡ് മിക്സഡ് സൂപ്പ് എന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്. സ്വീറ്റ് ആണ്, ക്രഞ്ചി, ക്യാരറ്റ്സ് ആണ്. എനിക്കൊന്ന് സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷ് ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. സാധനം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇത് സ്ക്വിഡ് കേക്ക് ആണ്, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ടേസ്റ്റ് ലൈക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, എനിക്ക് ഗൾഫിലെ കാര്യം അറിയുള്ളൂ. ലഞ്ച് ആൻഡ് മീറ്റ് കിട്ടും, ആ ഒരു ടേസ്റ്റ് ആണ്. ഇത് ഇവരുടെ പാന്താൻ ഫിഷ് ആണ്. സോ പാന്താൻ എന്ന് പറഞ്ഞാൽ ഈ ലീഫാണ്. അതിൻ്റെ ഉള്ളിൽ അവർ ഫിഷ് വെച്ച് സ്റ്റീം ചെയ്ത്, നമ്മുടെ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ ഒക്കെ വേറെ വേർഷൻ. പക്ഷെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ഈ ബോട്ട് എടുക്കാനുള്ള മെയിൻ റീസൺ ഫുഡിന് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. ഡെലിഷ്യസ്. നോ, പുഴുങ്ങിയ പഴത്തിനെ കാട്ടി ടേസ്റ്റ്, സോഫ്റ്റ്. സ്റ്റീംഡ് ഫിഷ് കഴിച്ചോ? ആ പാന്താൻ ലീഫിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും എൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ കുറച്ചൊരു ഹേർബൽ ഫ്ലേവർ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇത് ഭയങ്കര തിക്കാണ്. നമ്മുടെ റൈസ് ബോളില്ലേ നാട്ടിലെ പിടിയിട്ടൊക്കെ അത്രയും വെളിയിലത്തെ തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് അകത്തെ സാധനങ്ങളുടെ ഫ്ലേവർ അത്രയും കിട്ടുന്നില്ല. ഇത് അത്രയും പോരാ. റൈസ് ചെറിയൊരു മധുരമുണ്ട്. ഇവരുടെ മെയിൻ തിങ് എന്നറിയോ, ഈ റൈസിലും അതിലൊക്കെ ഈ വെജിറ്റബിൾസ് ഭയങ്കര ക്രിസ്പിയാണ്. അതല്ല ഒരു ആക്ച്വലി വെജിറ്റബിൾ ഇസ് സോ ഫ്രഷ്. അതുപോലെ തന്നെ ഇത് സ്റ്റർ ഫ്രൈഡ് ചിക്കനാണ്. ഒരു ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ഒരു ചിക്കനാണ്, ഇത് നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു സോയ സോസ് ചിക്കൻ കറി പോലെ ഇരിക്കും. ഇതും റൈസും കൂടെ ഒന്ന് വെച്ച് കഴിച്ചോണ്ടല്ലോ സൂപ്പറാണ്. നമ്മുടെ നാട്ടാള് തുടങ്ങിയിട്ടുണ്ട്. കൊള്ളില്ലല്ലേ അത്? എന്താ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മധുരം കുറവാ. മധുരം കുറവാ. ഈ വിയറ്റ്നാമീസ് ഡിസേർട്ടും തൈവാനീസ് ഡിസേർട്ടൊക്കെ പശയുടെ ഒരു ടെക്സ്ചർ, എന്നിട്ട് മധുരം കുറവാ അല്ലേ? മുട്ട ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ബീൻസിന്റെ എന്തോ സംഭവം അത്. പ്രിയ പറഞ്ഞ പശയുടെ ഡിസേർട്ട് നോക്കിയത് കണ്ടാത്തൊന്നും ഭയങ്കര മധുരമാണ്, ഫുൾ ഷുഗർ സിറപ്പാന്ന്. പക്ഷെ അല്ലാന്ന് തോന്നുന്നു. ഇത് റെഡ് ബീൻ, നമ്മുടെ രാജ്മ. ആ അല്ലാണല്ലോ, മധുരമുണ്ട്. അത് ഗ്രീൻ ബീനാ. മധുരമുണ്ട്, ആ സമയത്ത് ആ തിക്നെസ്, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ആ തിക്നെസ് ഉള്ളതും കൊണ്ട് നല്ലത്. നമ്മൾ ശരിക്കും ഭയങ്കര മധുരമാണ്, ഷുഗർ സിറപ്പ് പോലെ. പക്ഷെ അതല്ല, ആ ഒരു ടെക്സ്ചറും ഏകദേശം ആ ഒരു ഫ്ലേവർ എവിടുന്നോ വരുന്നുണ്ട്. അതെ, ഇവിടെ ഒരു ലോക്കൽ വിയറ്റ്നാമീസ് ഡിസേർട്ടാണ് കോക്കനട്ട് ക്രീം കേക്ക് എന്ന് പറഞ്ഞു. നോക്കട്ടെ. നമ്മുടെ ഒരു തിക്ക് വെനില സ്പോഞ്ച് കേക്ക് ഇല്ലേ, അതിൽ കുറച്ച് കോക്കനട്ട് ക്രീം അകത്ത് വെച്ചിരിക്കുന്നത്.
കുഴപ്പമില്ല. അടിയിലത്തെ കോക്കനട്ട് ഗ്രേറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. സ്റ്റീലിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഫസ്റ്റ് ക്ലാസ് ആണ്. എവറിത്തിങ് ഇസ് റീഫിൽഡ്, എവറിത്തിങ് ടേസ്റ്റ് ഗുഡ്, എവറിത്തിങ് ഇസ് പ്രിപ്പയർഡ് ഹോട്ട് ആൻഡ് വിത്ത് കെയർ. വെറുതെ ഒരു ബുഫേയിൽ കുറേ ഐറ്റംസ് കൊണ്ട് വെക്കുന്നതല്ല സംഭവം. ഉള്ള ഐറ്റംസ് എക്സ്പെൻസീവ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്, എക്സ്പെൻസീവ് ഐറ്റംസും എക്സ്പെൻസീവ് മീറ്റ്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കണ്ണ് മാറ്റം. ഇനി നമുക്ക് താഴെ പോയി ഈ ഷിപ്പിന് ടൂർ തുടങ്ങാം. എന്താണ് ഇത്രയും വേർത്താണോ, പൈസ കൊടുത്ത് വേർത്താണോ അറിയേണ്ട ആൾക്കാര്. പൈസ കൊടുത്ത് ഡെഫിനറ്റ്ലി വേർത്തായിരിക്കും. അന്ന് വന്ന് കേറിയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഫീല് കിട്ടുമല്ലോ, ഇസ് ഇറ്റ് വർത്ത് ഓർ നോട്ട് എന്ന്. നമ്മൾ മറ്റേ എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് നോക്കി എല്ലാം വേർത്താം. ഹായ് ഗായ്സ്, വെൽക്കം ടു റെഗീന ഗ്രാൻഡ് ക്രൂസ് ഹെലോങ് ബേ. ഓക്കെ, സോ നമ്മള് ക്രൂസ് ടൂർ കാണിക്കാൻ പോവാണ്. വീണ്ടും പറയാം, ഇത് 2 ഡേയ്സിലേക്ക് നമുക്ക് വരുന്ന ഏകദേശം ഒരു 74,000 റുപ്പീസ് ആണ്. ഓക്കെ, സോ വേർത്ത് ആണോ അല്ലയോ എന്നൊക്കെ നമ്മള് ലാസ്റ്റ് പറയാം. 2 ഡേയ്സ് ഉണ്ട്. 1 ഡേ എടുക്കാം, പക്ഷെ 1 ഡേ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ശരിക്കും ആദ്യത്തെ ദിവസം വരുമ്പോ പാതി ദിവസം പോകും. അതെ, അപ്പൊ 2 ഡേയ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇതാണ് നമ്മൾ കേറി വരുമ്പോ തന്നെ ഉള്ള ലോബി. And how beautiful and stunning this is. This is just looking like a wow എന്ന് പറയുന്ന പോലെ. What is this? ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നോക്ക്, സോ കേറി വരുമ്പോ തന്നെ ഇതുപോലെ ഇരിക്കാനുള്ള കുറെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ബാക്കിലൊക്കെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ആന്റിക് പീസസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആന്റിക്സ് അല്ല, ഇവരുടെ വിയറ്റ്നാമീസ് പോട്രിയും അങ്ങനത്തെ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഭയങ്കര വൈബാണ്. പിന്നെ ലോബി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂംസ് ആണ്. ഓരോ ഫ്ലോറിലെയും റൂമിലേക്ക് പോകുന്ന ലോബി അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദിസ് ആക്ച്വലി ലുക്സ് ലൈക്ക് എ ടൈറ്റാനിക് ഷിപ്പ് പോലെ ഉണ്ടല്ലേ. ഭയങ്കര എസ്തെറ്റിക്കലി ഡൺ ആണ്. ഓരോ സ്ഥലത്ത് പെയിന്റിംഗ് വെച്ചിരിക്കുന്നത്. ഈവൻ ഡോർ നമ്പർ ഒക്കെ എഴുതിയിരിക്കുന്നത് നോക്ക്. സോ ബ്യൂട്ടിഫുൾ. നോ, എനിക്ക് ഇതൊക്കെ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിരുന്ന ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, അവര് ഇന്റീരിയർ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെളിയിൽ നിന്ന് കണ്ട അത്ര സംഭവം തോന്നുന്നില്ല. ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. സെക്കൻഡ് ഫ്ലോറിലാണ് ഡൈനിങ്. നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഔട്ട്ഡോർ സ്പേസ് നോക്ക്. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട് നോക്ക് വ്യൂ. എന്താ സ്പാ. ഓ ദേ ഇവിടെ കിടന്ന് മസാജ് കിട്ടും. ജക്കൂസി ഉണ്ട് പ്രിയ, ജക്കൂസി ഉണ്ട്. 2 ജക്കൂസി. അത് ബുക്ക് ചെയ്താൽ നമുക്ക് കയറി കിടക്കാൻ തോന്നും. ഓ മൈ ഗോഡ്, എന്തായിരിക്കും ഇവിടെ. ഇവിടെ ജക്കൂസി, പുറത്തും വെള്ളം. സൂപ്പർ. നോ, സംഭവം തന്നെ അല്ലേ, സംഭവം തന്നെ. ഒരു ജക്കൂസി വേണം നമ്മുടെ വീട്ടിൽ. പിന്നെ വേദുവിനെ കാണാൻ കിട്ടുമോ? വേദുവിനെ കാണാൻ കിട്ടില്ല, ദില്ലുവിനെയും കാണാൻ കിട്ടില്ല. രണ്ടുപേരും അന്തും വരും. സൂപ്പർ ആയിരിക്കും. നമുക്ക് ടെറസിൽ വെക്കാം. ഏറ്റവും ബെസ്റ്റ് ക്രൂസ്, സ്റ്റെല്ലർ ഓഫ് ദ സീസ്. ഇതാണോ ഏറ്റവും ബെസ്റ്റ്? അതാ. എന്താ അതും തമ്മിൽ ഇത് വ്യത്യാസം? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ആ ഒരു 5 സ്റ്റാർ ഡീലക്സ് കാറ്റഗറി അത്. അപ്പൊ അതെ, ഇത് ഇവിടെ ഇതുണ്ട്, ഇവിടെ വേറെ ജക്കൂസി ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് മസാജും ചെയ്യാം. ഇപ്പം ഈ സ്റ്റെപ്പ് ഒക്കെ ഒരു ടൈറ്റാനിക് ഫീൽ കിട്ടുന്നില്ലേ ഈ വളഞ്ഞിരിക്കുന്നോണ്ട്. ഗ്രാൻഡിയർ ഇല്ലെങ്കിൽ പോലും, പക്ഷെ ഓരോ കോർണറിലും കണ്ട അവർ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നു. എല്ലായിടത്തും ചെടിയൊക്കെ വെച്ചിരിക്കുന്നു. ആ നോക്ക്, എന്തൊരു ബ്യൂട്ടിഫുൾ ആ. ഓ മൈ ഗുഡ്നസ്. അതുവരെ ഭംഗിയാ. എക്സൈറ്റ്മെന്റ് വേദുന്. വേദു ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓ മൈ ഗോഡ് അമ്മ ഇത് നോക്ക്. ഇത് കണ്ട ആരും എക്സൈറ്റഡ് ആവാത്ത പ്രിയ. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്താ പറയുന്നത്. We are just lucky and this is the roof deck. My god. So beautiful. അപ്പോ അതിന് മുമ്പുണ്ടല്ലോ ഈ ഹെലോങ് ബേനെ കുറിച്ച് പറയട്ടെ. പൊതുവെ നമ്മൾ എന്താ ക്രൂസ് എന്ന് പറയുമ്പോൾ ഷിപ്പിന്റെ അകത്തുള്ള ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കടലല്ലേന്ന് വിചാരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഓബിയസ്ലി ആലപ്പുഴ പോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കണം. പക്ഷെ ഹെലോങ് ബേയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണ്. യുനെസ്കോ ഹെറിറ്റേജ് നാച്ചുറൽ വണ്ടേഴ്സിലുള്ള തന്നെ വന്ന ഒരു സൈറ്റ് ആണിത്. ഓക്കെ, ഇതിന്റെ ഭംഗി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റണ്ണിങ് ലാൻഡ്സ്കേപ്സ് ആണ്. സാധാരണ നമ്മൾ എംടി കടലിൽ കൂടെ അല്ലേ പോകുന്നത്. പക്ഷെ ഇത് ഒരു മിനിറ്റ് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അത്രയും ഭംഗിയുള്ള വ്യൂസ് ആണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ലോകത്തിന്റെ മറ്റേ എൻഡിൽ നിന്ന് വരെ പറന്ന് ഇങ്ങോട്ട് വന്ന്
ഹലോങ് ബേ കാണുന്നത്. നമുക്ക് കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് എനിക്കും ബ്രേക്കും. നോർത്തേൺ ലൈറ്റ്സ് കാണണം, ഫിൻലാൻഡിലെ സാന്റാസ് വില്ലേജിൽ പോകണം, അന്റാർട്ടിക്കയിൽ പോകണം എന്ന് എനിക്കുണ്ട് പേഴ്സണലി. ഓക്കെ, അതുപോലത്തെ ഒരു ഹൈ കപ്പഡോക്കിയയില് ഹോട്ട് എയർ ബലൂണിൽ പോകണം, അത് നമ്മൾ ചെയ്തു. മസായ് മാറയിൽ പോയി ആനിമൽ മൈഗ്രേഷൻ കാണണം, അത് ചെയ്യണം. അത്രയും ഹൈ ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഇവിടെ. നയഗ്ര ഫോൾസ് പോയി കാണണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത, ഇഫ് യു ആർ ബ്ലെസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഹലോങ് ബേയിൽ മസ്റ്റായി വരിക. വൈകുന്നേരം വന്ന് ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുന്ന ആലോചിച്ചൊക്കെ ലോഞ്ച്, അതിന് ഒരിക്കലും നമുക്ക് ചെയർ കിട്ടാതെ വരില്ല, അത്രയധികം സ്ഥലമുണ്ട്. എത്ര ലോഞ്ച് ചെയർസ് ആണെന്ന് നോക്ക്. വൈകുന്നേരം ഒരു 5:36 ആകുമ്പോ ഇവിടെ വന്നിരുന്ന് പ്രിയ ഒരു പൊളിക്കലുണ്ട്. മനസ്സ് നിറഞ്ഞാ പിന്നല്ലേ സൈബർ മാനേജ പോയാ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ട്. പോരാതെ പ്രിയ, യു ഹാവ് എ ഫുൾ ഫ്ലെഷ്ഡ് ബാർ ഓൺ ദ റൂഫ് ടോപ്പ് ഓൾസോ. ഇതൊക്കെ എക്സ്ട്രാ പേ ചെയ്യണേ, പക്ഷേ പിന്നെ റേറ്റ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലോ. സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ ഒരു 150 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. ബിയറിനൊക്കെ ഒരു 200-180 റുപ്പീസ് ആ റേഞ്ച് ഒക്കെയാണ്. കോഫി എല്ലാം ഒരു 200 to 250 റുപ്പീസ് ആ റേഞ്ച് ഒക്കെയാണ്. ഇതുകൊണ്ട് ഇവിടെ ഇതാണ് ഇനി എന്ത് വേണം അവന്? കുറച്ച് സാധനം മതി ഹാപ്പി ആവാൻ. അതെ, ആകെ ഒരു സ്ലൈഡ് കണ്ടാ മതി. കളർ നോക്ക്, ഗ്രീൻ കളർ, സോ ബ്യൂട്ടിഫുൾ. ഇനി റൂം കാണിച്ചിട്ട് പോവാം. വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഇപ്പോഴാണ് റൂം കാണുന്നത്. ലഗേജ് ഒക്കെ വെളിയിലിരിക്കുവാണ്. വേദൂസ് റൂം ടൂർ, വേദൂസ് ആൻഡ് പ്രിയാസ് റൂം ടൂർ. ഓക്കെ, തുറക്ക്. വേദു ആണ് തുറക്കാൻ പോണേ. ഇത് തുറക്ക്. ഓ മൈ ഗോഡ്, തീരെ ചെറുതായി പോയാ. വാട്ട് ഈസ് ദിസ്? അവര് പറയും മതി എക്സൈറ്റ്മെന്റ്. എന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ്? എക്സൈറ്റ്മെന്റ് വേണോ പ്രിയ? പിന്നെ വേണ്ടേ, ആർക്കാണ് എക്സൈറ്റ്മെന്റ് വരൂലേ? നമ്മൾ എത്ര വലിയ ക്രൂസിൽ പോയാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് വരും. എസ്പെഷ്യലി പ്രിയക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാതെ എന്ത് ജീവിതം. സോ ഞങ്ങളുടെ ഒരു വൈഡ് ഇട്ട് കാണിക്കും. ഇറ്റ്സ് എ സ്പേഷ്യസ് റൂം. ക്രൂസിന്റെ റൂമൊക്കെ എടുത്ത് ദൂരെ കളയാൻ തോന്നും. സോ ഇവിടെ നമ്മുടെ ലഗേജ് വെക്കാനുള്ള സ്പേസ്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ ലാംപ്സ്, ദ ഫാൻ, അതിനുള്ള ഒരു പോയിന്റർ ഫോക്കസ് ലൈറ്റ്, കംഫർട്ടബിൾ കിങ് സൈസ് ബെഡ്. അതല്ലാതെ ഇവിടത്തെ ലാംപ് ഷെയ്ഡ്സ് ഇസ് ബ്യൂട്ടിഫുൾ. ഞാൻ കാണിച്ചു. ഇത് നോക്ക്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ വാർഡ്രോബ്. എന്ത് എസ്തെറ്റിക് ആണെന്ന് നോക്ക്. ഒരു പാലസ് പോലെ ഉണ്ട്. AC വരെ അവർ കൺസീൽ ചെയ്താ വെച്ചിരിക്കുന്നത്. ലൈഫ് ജാക്കറ്റ്, ഫ്രിഡ്ജ് ഉണ്ട്. രക്ഷപ്പെട്ടു. ഞാൻ കോൾഡ് കോഫിയും പെപ്സി എല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെക്കാം. ലുക്ക് അറ്റ് ദ ബോട്ടിൽസ് വെച്ചിരിക്കുന്നത്. വാട്ടർ മറ്റേ റീസൈക്കിൾ ബോട്ടിൽസ് ആണ്. പിന്നെ കെറ്റിൽസ്, ക്രോക്സ് ആണ് ചെറുപ്പാക്കി വെച്ചിരിക്കുന്നത്. ബാത്റൂം വലിയ സെറ്റപ്പ് ആവില്ല കേട്ടാ. സത്യമായിട്ട് പ്രിയപ്പെട്ട കാണുന്നത്. ഞാൻ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട്. അഭിനയിക്കൊന്നുമല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ഒരു ദിവസം 40,000 രൂപയ്ക്ക് മറ്റേ ആ ട്രിപ്പിൽ കൊടുക്കുന്നതിന് പകരം ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് 2 ദിവസം സ്പെൻഡ് ചെയ്ത് പോകുമ്പോ പൈസ കൊടുത്തതിന് ഒരു ആശ്വാസം അല്ലേ? പിന്നെ ഇനി ഇത് പൊക്കി കഴിഞ്ഞുള്ള വ്യൂ ആലോചിച്ച് നോക്ക്. ടബ് പൊക്കിയിട്ടുള്ള വ്യൂ നോക്ക് ഗൈസ്. വാട്ട് ക്യാൻ യു ആസ്ക് ഫോർ മോർ? വാട്ട് മോർ ക്യാൻ യു ആസ്ക് ഫോർ? അടിപൊളി. മലയാളത്തിൽ പറയണ്ടേ. സോ ദിസ് ഇസ് ദ ടബ്. ഇതാണ് നമ്മുടെ വ്യൂ ടബ് എന്നുള്ളത്. ഇന്ദ്രേട്ടനാണ് എന്ത് പറഞ്ഞറിയോ? വൺ വ്യൂ. പിന്നെ just look at how beautiful and aesthetic the wash basin. ഇതാണ് നമ്മുടെ ടോയ്ലറ്ററീസ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലാസസ് ആൻഡ് ദ ടോയ്ലറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈടെക് ടോയ്ലറ്റ് എവർ. അല്ലാതെ നമുക്ക് വേറെ ഒരു ഷവർ ക്യൂബിക്കൽ വിത്ത് റെയിൻ ഷവർ ആൻഡ് ഹാൻഡ് ഷവർ with all marble interiors. നമുക്ക് ഇവിടെ ഒരാഴ്ച നിൽക്കാമായിരുന്നു. 2 ദിവസം നിൽക്കുന്ന പാട് എനിക്കറിയാം. ഇത് എന്ത് നോക്കുന്നു?
ഈ ടബിന്ന് ഇറങ്ങുമോ? ടബിന്റെ ആള് അത് ആ ചടങ്ങും കൂടെ ഒന്ന് തീർത്തേക്ക്. ഓ ഒരാളുടെ എക്സൈറ്റ്മെന്റ് നോക്ക്. ടോർച്ചും ഉണ്ട്. ആൻഡ് ജസ്റ്റ് സീ ദ ബാൽക്കണി. ഒരു ലോഞ്ച് ചെയറും ഉണ്ട് ബാൽക്കണിയില്, ഒരു സാധാരണ ചെയറും ഉണ്ട്. ഓ and we are here for 2 days in this amazing landscape. God bless earth എന്നൊക്കെ പറയുന്ന ഇതിനാണ്. ഒരാൾ ഇത് അവിടെ ഇരുന്ന് എൻജോയും ചെയ്യുന്നു. ഇനി എന്തോ ഒരു ആക്ടിവിറ്റിക്ക് അവർ കൊണ്ടുപോകും. ഇത് കടലിൽ സ്വിം ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അത് ഞാനും ചെയ്യുന്നില്ല. ടപ്പുള്ളപ്പോ ഉപ്പ് വെള്ളത്തിൽ ചാടുന്നില്ല. ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങൂല കേട്ടല്ലോ. അല്ല ഇത് ബാംബൂല് കൂടെ അവരെവിടെയൊക്കെ കൊണ്ടുപോകും. ബാംബു ബോട്ടില് വെള്ളത്തിൽ ഇറങ്ങണ്ട. എല്ലാ യങ്സ്റ്റേഴ്സും ഫോറിനേഴ്സും കയാക്കിങ് പോയി. വയസ്സായവര് മാത്രം, കുറച്ച് ഇന്ത്യൻസും നമ്മളും ബാംബു ബോട്ടില്. ഈ പ്രിയ ലോണോ 2 പേര് വേണം. ഏത് വലുതാവട്ടെ അതേ നടക്കുള്ളൂ. ഇവിടെയാണ് ഇത് എല്ലാ ബോട്ടും ഡോക്ക് ചെയ്ത്. ഇവിടെ തട്ടുകട വരെ ഉണ്ട് പ്രിയ ഇവിടെ. അയ്യോ ഈ നാഷണൽ പാർക്കിൽ വന്നിട്ട് ഏക ഒരാളായിരിക്കും കൊട പിടിച്ച് നടക്കുന്ന ഈ ചരിത്രത്തിൽ. അവർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തിടും, ഉറപ്പത്. യുണീക്ക് നമ്മുടെ ആൾക്കാരെ തന്നെ കിട്ടി. എല്ലാവർക്കും കണ്ടറിയാം പേടിയുടെ മറ്റേ പരിഹാരമാണ് ഇല്ല, പര്യായമാണ് എല്ലാം. കറക്റ്റ് ഗ്യാങ് ബ്രേക്കും കിട്ടി. പ്രിയനെ from Kerala to Havilong with green umbrella from Taiwan. from Taiwan. നിങ്ങൾ സത്യമായിട്ട് നോക്ക്, വേറെ ഒറ്റ ഒരാൾ ഇങ്ങനത്തെ ഒരു ഐഡിയ പോലും മനസ്സിൽ തോന്നില്ല. എല്ലാരും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. തൊപ്പിയൊക്കെ അവിടെയാണ് കയാക്കിംഗ് ഒക്കെ. നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ കയാക്കിംഗ് ആണെങ്കിൽ കേവിന്റെ ഉള്ളിലേക്കൊക്കെ പോവായിരുന്നു. അല്ലേ? ഓ സംഭവമായി പോയി പറയാ. ബാക്കില് ഒരു ഹസ്ബൻഡ് പോയി ഭയങ്കര അടി. ആ പെണ്ണിന് തുഴയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഭയങ്കര അടി. ഭാഗ്യം പ്രിയയുടെ കൂടെ പോകുന്നത്. അവര് ഭയങ്കര അടി കേട്ടാ. ഇടയ്ക്കിന്നിട്ട് പോവാനും പറ്റില്ല, തിരിച്ച് കരയിൽ കയറുകയും വേണം. എപ്പിക് സ്കെയില് നിങ്ങളെ നമുക്ക് ക്യാമറയിൽ കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഹ്യൂജ് ആണ്. നമ്മൾ ഒരു ഉറുമ്പിന്റെ ഫീലിംഗ് ആണല്ലേ ഈ മലകളുടെയും വെള്ളത്തിന്റെ ഇടയില്. എന്താ ബാക്കി നോക്ക്, തല കുനിച്ചോ. ഓ അയാള് നിക്കുവല്ലേ. ഓ മൈ ഗോഡ് നോക്ക്, ബ്യൂട്ടിഫുൾ. നോ പക്ഷെ ഇതിന്റെ അകത്തോടെ കയാക്കിംഗിലായിരുന്നു ശരിക്കും പോണ്ടേ. ഇതിന്റെ അകത്ത് ബാറ്റ് കാണുമോ? കാണും. This is so beautiful. Wow. എപ്പിക് നോ എപ്പിക് എപ്പിക് എന്നൊക്കെ പറയാം. അവതാറിലെ ലോകം പോലെ ഉണ്ട്. വേദ കുനിയൊന്നും വേണ്ട. വെളിയിലേക്ക് വരുമ്പോഴുള്ള വ്യൂ നോക്ക്. മൈ ഗോഡ്. ഈ ചില എക്സ്പീരിയൻസസ് ഒക്കെ പ്രൈസ്ലെസ് ആന്ന് പറയില്ലേ. ഹലോങ് ബേസ് പ്രൈസ്ലെസ്. മൗണ്ടനിലെ ഡിസൈൻ നോക്ക് പ്രിയ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. എന്തൊരു സൈലൻസ് ആയിരുന്നു. ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഭയങ്കര സൈലൻസ് ആയിരുന്നു. ആൻഡ് ബാക്കിലത്തെ വെള്ളത്തിന്റെ കളർ നോക്ക്. ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. മാൽഡീവ്സിലും വെള്ളത്തിന്റെ കളർ ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇത് സോ ബ്യൂട്ടിഫുൾ. കഴിഞ്ഞതേ ഇറങ്ങി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഡ്രിങ്ക്സ്, ഇതൊക്കെയാണ് 5 സ്റ്റാർ സർവീസ് എന്ന് പറയുന്നത്. കണ്ട നല്ല ആപ്പിൾ ജ്യൂസ് ആയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അവര്. താങ്ക് യു. ഭൂമി കയറാലോ. അടുത്ത ആക്ടിവിറ്റി ഇപ്പൊ വിളിക്കും, വെള്ളത്തിൽ ചാടാൻ. ഞാനില്ല. റൂമിൽ പോവാം. റൂം എൻജോയ് ചെയ്യണ്ടേ. പിന്നെ വേണ്ടേ. എല്ലാ ബോട്ടിലും ഉണ്ടല്ലോ ഇതുപോലെ സൈഡിൽ ഒരു ബോട്ട് കാണും, അതിന്റെ സൈഡിൽ ഒരു ചെറിയ ബോട്ട് കാണും. കാരണം ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയായി. ഇത് കുറച്ച് അടിപൊളി ക്രൂസ് ആണെന്ന് തോന്നുന്നു. ഈ കോഫിയും കുടിച്ചുകൊണ്ട് ആ വ്യൂവും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് മുകളിൽ പോയി ഒന്ന് ഇരിക്കണം. ഇവിടെ എല്ലാവരും, ഞാൻ വേറെ വേറെ ഷിപ്പ് പോകുന്നത് കാണുമ്പോഴേ എല്ലാവരും ഈ ബാൽക്കണിയിലാണ് പോയിരിക്കുന്നത്. റൂമിനകത്ത് രാത്രിയേ പോയിരിക്കുള്ളൂ. എന്താ പറയുക ഇത്. എനിക്കത് പോയാൽ ഇപ്പൊ വേൾഡിലെ ഫേവറേറ്റ് പ്ലേസ് ആയി മാറിയിട്ടുണ്ടോ അതോ സ്വിറ്റ്സർലൻഡ് ആണ് ഇപ്പോഴും? അത് തന്നെ. I never imagined it to be so worth it. ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താ പറയാ, ആൾക്കാർ കഴിക്കും വെറുതെ വെള്ളത്തിന്റെ ഇടയിൽ മലയിൽ വന്നിട്ട് എന്താ ഇത്ര സ്പെഷ്യൽ. ഇവിടെ വന്നു കഴിയുമ്പോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, യു ജസ്റ്റ് കനോട്ട് എക്സ്പ്രസ് ഇറ്റ്.
ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. സൺസെറ്റ് ആയി അവിടെ. സൺസെറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം ഭയങ്കര ഗ്രീനറി, പച്ചപ്പ്. സോ ബ്യൂട്ടിഫുൾ നോ. എന്താ നിങ്ങൾക്ക് ഞാൻ പറയാം, വെയിറ്റ്, ഇത് ആക്ച്വലി വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്ന ഒരു ഫ്രെയിമാണ്. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതാണെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്ന ഫ്രെയിമാണ്. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞാലോ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്ന സ്ക്രീനാണ്. സോ ബ്യൂട്ടിഫുൾ നോ. ആദ്യമേ ടബിൽ ഇറങ്ങിയതേ ഇയാളാണ്. പക്ഷെ ഈവനിങ് ആകുമ്പോൾ ടബിലെ വ്യൂ നോക്കുക. മേ ബി ദ വേൾഡ്സ് ബെസ്റ്റ് ടബ് എന്നുള്ള വ്യൂ ഒക്കെ ആയിരിക്കും അലോങ് വിത്ത് ടബ്സ് കേട്ടാ. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ വെളിയിൽ വേറെ ഷിപ്സും അങ്ങനെയൊന്നും ഇവിടെ വരില്ല. ഇറ്റ്സ് ജസ്റ്റ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. വേറെ ഒന്നും പറയില്ല. നൈറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഷിപ്പ്. ഇത് വേറൊരു ആംബിയൻസ് ആണ്. 5 സ്റ്റാർ ഹോട്ടൽസ് പോലും ചിലപ്പോൾ ഇത്രയും ഒരു ലുക്ക് വരില്ല. അൺലെസ് ഇറ്റ്സ് എ ബുട്ടീക്ക് ഹോട്ടൽ. ഇനിയിപ്പോൾ ലഞ്ചിന് ഡിന്നറിനുള്ള ടൈം ആയിട്ടുണ്ട്. രാത്രി കണ്ട അവർ നമുക്ക് മെനു കാർഡൊക്കെ തരും. ടേബിളിലാണ് സെർവ് ചെയ്യുന്നത്. ആപ്പറ്റൈസർ ബേക്ക്ഡ് കിങ് പ്രോൺ വിത്ത് ചീസ്, പംകിൻ സൂപ്പ്, ഗാർലിക് ബ്രെഡ്, സാലഡ്, സാൽമൺ സാലഡ്, ഗ്രിൽഡ് സീബാസ്, പാഷൻ ഫ്രൂട്ട്, ക്രെപ്പ് കേക്ക് ആൻഡ് ഫ്രൂട്ട്. ഇത്രയാണ്. അപ്പോൾ വേദുവിൻ്റെ ഫുഡും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും ക്വാണ്ടിറ്റി കാണും. അല്ല ഇത് നോക്ക്, ബേക്ക്ഡ് പ്രോൺസ് കൊണ്ടുവരും, ആപ്പറ്റൈസർ കൊണ്ടുവരുന്ന ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത്, പൈനാപ്പിൾ ഒക്കെ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത്, ഇവിടുത്തെ മൊത്തം റെസ്റ്റോറന്റ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് പൈനാപ്പിൾ കൊണ്ടുവന്നത്. ആ എന്താ പറയാ, ഇതൊക്കെ മെമ്മറബിൾ അല്ലേ? ഇതൊക്കെയല്ലേ സ്പെഷ്യല്? അല്ല ഇത് ബേൺ അല്ല, ഇത് റിയൽ പൈനാപ്പിളാ. അതിനകത്തുനിന്നാണ് ഈ മണം വരുന്നത്. അല്ല ഇത് കഴിക്കുന്നതാ. ഇതിന്റെ മുകളിൽ മറ്റേ സ്വീറ്റ് പൊട്ടേറ്റോ ബോൾസ് പോലെ. ഇവിടെ പ്രോൺസും സംഭവല്ലേ. പ്രോൺസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പ്രോൺസേ ക്രീമിയാണ്, ആബ്സല്യൂട്ട്ലി ഫ്രഷ് ആണ്. അതിന്റെ കൂടെ ചീസും കൂടെ വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ലോബ്സ്റ്റർ തെർമഡോറിന്റെ ഒക്കെ ഒരു ഫ്ലേവർ. ഫുഡ് ഹാസ് ബീൻ അമേസിംഗ്. ഇവരുടെ പംകിൻ സൂപ്പിന്റെ ഒക്കെ പ്രസന്റേഷൻ നോക്കുക. പംകിൻ സൂപ്പ് ആൻഡ് ഗാർലിക് ബ്രെഡ്. ഇത് കാണുമ്പോഴേ അറിയാലോ ഇതിന്റെ ഫ്ലേവർ എന്ത് നല്ലതായിരിക്കും. ഐ ലവ് ഇറ്റ്. രാത്രി ഫൈൻ ഡൈനിങ്, ഉച്ചയ്ക്ക് ബുഫേ. അടുത്ത കോഴ്സ് സാൽമൺ സാലഡ്. ഇത് വേണമെങ്കിൽ പ്രിയ എടുത്താൽ മതിയാ. എനിക്ക് ഇതിൽ ഫുൾ പറ്റും. എനിക്ക് കുറവാ, പക്ഷെ എനിക്കിത് ധാരാളമാണ്. നോക്കട്ടെ ഫ്ലേവർ വല്ലതും ഉണ്ടോന്ന്. കണ്ടിട്ടൊരു വികാരം ഇല്ല. നോക്കട്ടെ. ഒലിവ്സ്, സാൽമണ്, ലെറ്റ്യൂസ്, പിന്നെ കുറെ എന്തൊക്കെയോ പച്ചക്കറി. ഇഷ്ടമല്ലോ. സ്മോക്ക് സാൽമൺ ആണ്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറിക്ക് ഒന്നും സോസും വിനേഗറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. രാത്രി മെയിൻ കോഴ്സ് നല്ല എക്സ്പെൻസീവ് സാധനങ്ങളാട്ടാ ഫുഡ്. ഇത് സാൽമൺ ആണ്. സാൽമൺ, ഗ്രിൽ സാൽമൺ, കുറച്ച് കോളിഫ്ലവർ, മാഷ് പൊട്ടാറ്റോസ്. ഇത് എന്തിന്റെ സോസ് ആവും? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്ത് സോസാന്ന് നോക്കട്ടെ. പാഷൻ ഫ്രൂട്ട് സോസ്. പാഷൻ ഫ്രൂട്ടും ക്രീമുമായിട്ട്. ഓ മൈ ഗോഡ്, ദിസ് വിൽ ബി അമേസിംഗ്. അതും കുറച്ച് സാൽമണിലിട്ട് അടിയിലുള്ള മാഷ് പൊട്ടാറ്റോസും കൂടെ എടുത്ത് The salmon is so rich, so big. This is the highlight. ഈ പാഷൻ ഫ്രൂട്ടിന്റെ സോസ് ഉണ്ടല്ലോ, it is sweet, it is tangy, it's creamy. Perfect blend with salmon. അടിപൊളി പ്രിയ. Oh my god. Fine dining is superb over here. അടിപൊളി. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. സാൽമൺ അല്ല, ഇത് സീബാസ് ആണ്. സാൽമണിന്റെ സാലഡ് ആയിരുന്നു. ബട്ട് ദിസ് ഇസ് അമേസിംഗ്. എന്തേ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. നോ, ദ സോസ് ഇസ് ദ സ്റ്റാർ. ഇത് കണ്ട ക്രെപ്പ് കേക്ക് ആൻഡ് ഫ്രൂട്ട് ആണ്. സോ ഇത് നമ്മുടെ പാൻ കേക്ക് പോലെ അകത്ത് കേക്ക് ആണ്. ആൻഡ് പൈനാപ്പിൾ ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. എന്തൊരു കളറാന്ന് നോക്ക്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നത്. എനിക്ക് പോരാട്ടാ. ഒട്ടും മധുരമൊന്നുമില്ല. സ്ത്രീക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇല്ലല്ലോ അല്ലേ? മധുരമില്ല. അതാണ് ഇവരുടെ സ്വീറ്റ്സ് ഒന്നും മധുരം ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഡെസേർട്ട്സും അത്രയും പോരായിരുന്നു കേട്ടോ. അത് ഉച്ചത്തെ ആണെങ്കിലും രാത്രിത്തെ ആണെങ്കിലും ഡെസേർട്ട്സ് ഒന്നും അത്രയും പോരാ. ഫുഡ് അടിപൊളിയായിരുന്നു. ഭയങ്കര വേറെ. രാത്രി ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഷിപ്സ് ഒക്കെ. ജസ്റ്റ് കാം, സൈലന്റ് ആൻഡ്
ജസ്റ്റ് ആബ്സല്യൂട്ട്ലി സെറീൻ എന്ന് പറയാം, അത്രയും കാംനെസ് ആണ്. ഇനി നാളത്തെ രാവിലത്തെ എന്താണെന്നറിയില്ല, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. So guys, hopefully you also had a magical viewing experience. ഞങ്ങൾക്ക് എത്ര മാജിക്കലായിരുന്നു ഇവിടെ താമസിക്കുന്നത്, അതുപോലെ ഒരു മാജിക്കൽ വ്യൂവിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വെരി എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ ദിസ് ഹലോങ് ബേ ഏരിയ വിത്ത് റഗീന ഗ്രാൻഡ് ക്രൂസ്. സോ നാളെ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ്, ഫിഷിംഗ് ഉണ്ട്, ഏതോ ഐലൻഡിൽ പോകുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ ഒരു വേറൊരു കിടിലം വ്ളോഗ് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.